ഹലോ. എമിലി സെയിൻറ്റ് ജോൺ മണ്ടേൽ എഴുതിയ സ്റ്റേഷൻ 11 എന്ന നോവലിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ ആണ് ഇന്നത്തെ ടോപ്പിക്. ഇത് 2014 പബ്ലിഷ് ചെയ്ത ഒരു അപ്പോക്കലിപ്റ്റിക് നറേറ്റീവ് ആണ്. പലരും ഇതിനെ ഒരു ക്ലൈമറ്റ് ഫിക്ഷൻ ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ഈ ജോൺറസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോവലിനെ വിശദമായി ചെറിയ വീഡിയോസിലൂടെ അനലൈസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ആ വീഡിയോസിൻ്റെ എല്ലാം കൂടി ചേർത്ത ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നോവലിലേക്ക് പൂർണ്ണമായിട്ടും കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സാഹിത്യം എന്ന ലിറ്ററേച്ചർ അതൊരു എക്സാക്ട് സയൻസ് അല്ല. വ്യാഖ്യാനങ്ങൾ പലത് ഉണ്ടാകാം. എൻ്റെ സ്വന്തം വ്യാഖ്യാനത്തിനോടൊപ്പം എല്ലാ കോമൺ ഇൻ്റർപ്രിട്ടേഷൻസും കവർ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും മറ്റൊരഭിപ്രായമോ അല്ലെങ്കിൽ ഒരു വായനയോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ യുവർ പെർസെപ്ഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ കമൻറ്റ്. നൗ ടു ദ ഓഥർ ഓഫ് ദ നോവൽ. എമിലി ഒരു കനേഡിയൻ നോവലിസ്റ്റും എസ്സേയിസ്റ്റും ആണ്. മൊത്തം ഒരു 6 നോവൽ എഴുതിയിട്ടുള്ളതിൽ 4ാമത്തെ നോവലായ സ്റ്റേഷൻ 11 ആർതർ സി ക്ലാർക്ക് അവാർഡ് ലഭിച്ചു. അതിനെ ഒരു ഒറിജിനൽ HBO സീരീസ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. എമിലിയുടെ പിന്നീട് ഇറങ്ങിയ 2 നോവൽസിനും വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടിയിട്ടുമുണ്ട്. ഇനി സ്റ്റേഷൻ 11ന്റെ അഡാപ്റ്റേഷനെ പറ്റി പറയുമ്പോൾ ബേസിക് ത്രെഡ് ഓഫ് ദ സ്റ്റോറി സെയിം ആണെങ്കിലും ഇവൻസും ക്യാരക്ടേഴ്സും വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഇനി ഈ നോവലിനെ ഒരു പോസ്റ്റ് മോഡേൺ നറേറ്റീവ് എന്നും പറയാം. പ്രത്യേകിച്ച് ഇവൻസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോസ്റ്റ് മോഡേൺ നറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ജോൺറർ വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ അനദർ വീഡിയോ. നൗ ദ കൊലാപ്സ് എന്ന ഒരു അപ്പോക്കലിപ്റ്റിക് ഇവൻറ്റിൽ തുടങ്ങി പ്രീ ആൻഡ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഇവൻസിനെ ഇൻ്റർട്വൈൻ ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. എക്സസീവ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നേച്ചറിൽ ഉണ്ടാകുമ്പോൾ ഡിസാസ്റ്റേഴ്സിലേക്ക് അത് നയിക്കുന്നു. ഈ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലൈമറ്റ് ഫിക്ഷൻ ആണ് എന്നതിനെ പറയുന്നത്. പിന്നെ എക്സ്റ്റിങ്ഷൻ ലെവൽ ഇവൻറ്റ് അത് എങ്ങനെ ഹ്യൂമൻസ് ഫേസ് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്യുന്നിടത്താണ് ഇതൊരു അപ്പോക്കലിപ്റ്റിക് നറേറ്റീവായിട്ട് മാറുന്നത്. മൂവിങ് ഓൺ ടു ദ സ്ട്രക്ചർ ആൻഡ് സമ്മറി ഓഫ് ദ നോവൽ. ഇതിന് 9 പാർട്സും 55 ചാപ്റ്റേഴ്സും ഉണ്ട്. കഥ വളരെ ചുരുക്കി പറഞ്ഞാൽ ജോർജിയ ഫ്ലൂ എന്ന ഒരു പാൻഡമിക് അത് 99% ഓഫ് ഹ്യൂമൻ പോപ്പുലേഷനെ ഇല്ലാതാക്കുന്നു. അതുവഴി ഒരു സിസ്റ്റം സർവൈവ് ചെയ്യേണ്ട ഫെസിലിറ്റീസിനെയെല്ലാം അത് ഡിസ്ഫങ്ഷണലാക്കുന്നു. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് വളരെ പതുക്കെ ടെക്നോളജി ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ ഇല്ലാതെയാകുന്നു. ഈ നോവലിൽ അപ്പോക്കലിപ്സിന് മുമ്പുള്ള ലൈഫും അതിന് ശേഷമുള്ള കെയോസ് ആൻഡ് സ്ട്രഗിൾസ് ഫോർ സർവൈവലും ഒക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് കാണാം. ദി സ്റ്റോറി ഈസ് എൻഡിങ് ഓൺ എ പോസിറ്റീവ് നോട്ട്. ഇലക്ട്രിസിറ്റി വീണ്ടെടുത്ത ഒരു ചെറിയ സെറ്റിൽമെൻറ്റ്, കൂടാതെ ചരിത്രം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മ്യൂസിയം. ഇത് രണ്ടും ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്കുള്ള ഹിൻസ് ആയിട്ട് നമുക്ക് കാണാം. ഇനി ഈ കഥയെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തീംസ്, ക്യാരക്ടർ അനാലിസിസ്, സിംബൽസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് ആർ ഓൾവേസ് വെൽക്കം. If you like my video, please don't forget to subscribe and click on the bell icon. Thank you.